ഒരു നിശബ്ദമായ രാത്രിയിൽ ആകാശത്തേക്ക് നോക്കിയാൽ നമുക്ക് തോന്നും ഈ നക്ഷത്രങ്ങൾ എല്ലാം എപ്പോഴും ഇതുപോലെ തന്നെയായിരുന്നോ എന്ന്. പക്ഷേ സത്യം അതല്ല. നക്ഷത്രങ്ങൾക്കും ഒരു ജീവിതമുണ്ട്. ജനനം, യൗവനം, വൃദ്ധാവസ്ഥ, മരണം, അതിനുശേഷമുള്ള പുനർജന്മം പോലും. ഇതാണ് നക്ഷത്രങ്ങളുടെ ജീവിതകഥ. ഹായ്, ഞാൻ ആര്യ. ഗാനഡോറിന്റെ ശാസ്ത്രലോകത്തിലേക്ക് സ്വാഗതം. ഓരോ ചോദ്യത്തിനു പിന്നിലും ഒളിഞ്ഞിരിക്കുന്നു അനന്തമായ അത്ഭുതങ്ങൾ. എന്റെ അറിവിന്റെയും അത്ഭുതത്തിന്റെയും യാത്രയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഒരു നക്ഷത്രത്തിന്റെ കഥ ഒരു പ്രകാശത്തിന്റെ കഥ മാത്രമല്ല. അത് സമയത്തിന്റെ, ഊർജത്തിന്റെ അവസാനമില്ലാത്ത ഒരു യാത്രയാണ്. എല്ലാം ആരംഭിക്കുന്നത് വലിയൊരു ശൂന്യത്തിൽ നിന്നല്ല, ഒരു നെബുലയിൽ നിന്നാണ്. വാതകങ്ങളും പൊടികണങ്ങളും നിറഞ്ഞ വലിയ ഒരു ആകാശമേഘം. അവ നെബുലകൾ. ഈ നെബുലയിൽ ഗ്രാവിറ്റി പതുക്കെ പ്രവർത്തിക്കുന്നു. വാതകങ്ങൾ ഒത്തുചേരുന്നു, ചൂട് കൂടുന്നു, മർദ്ദം ഉയരുന്നു. ഇങ്ങനെ മധ്യത്തിൽ ഒരു കുഞ്ഞു നക്ഷത്രം രൂപപ്പെടാൻ തുടങ്ങുന്നു. ഇതാണ് പ്രോട്ടോസ്റ്റാർ, ഒരു നക്ഷത്രത്തിന്റെ ബാല്യം. ഇപ്പോൾ അത് പ്രകാശിക്കുന്നില്ല, പക്ഷേ ഉള്ളിൽ വലിയ മാറ്റങ്ങൾ നടക്കുകയാണ്. ഒരു നക്ഷത്രമാകാനുള്ള തയ്യാറെടുപ്പിലാണത്. ഒരു നിമിഷത്തിൽ അകത്തെ ചൂട് അത്യധികമാകുമ്പോൾ ഒരു അത്ഭുതം സംഭവിക്കുന്നു. ഹൈഡ്രജൻ അണുക്കൾ ഒന്നിച്ചു ചേർന്ന് ഹീലിയമായി മാറുന്നു. ഇതാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. ഊർജം പുറത്തേക്ക് ഒഴുകുന്നു. നക്ഷത്രം പ്രകാശിക്കാൻ തുടങ്ങുന്നു. ഇതാണ് നക്ഷത്രത്തിന്റെ യൗവനം. ഇതാണ് അതിന്റെ ഏറ്റവും നീണ്ട ജീവിതഘട്ടം. ഇതോടെയാണ് ഒരു നക്ഷത്രം ശരിക്കും ജീവിക്കാൻ തുടങ്ങുന്നത്. നമ്മുടെ സൂര്യൻ ഇപ്പോൾ ഈ ഘട്ടത്തിലാണ്. കോടിക്കണക്കിന് വർഷങ്ങൾ ഒരു നക്ഷത്രം ഇതേ അവസ്ഥയിൽ തുടരാം. നിരന്തരമായ പ്രകാശം, ചൂട്, സ്ഥിരത, സമതുലിതാവസ്ഥ, ഇതാണ് ഒരു നക്ഷത്രത്തിന്റെ യൗവനം. പക്ഷേ എന്നേക്കും ഒന്നും നിലനിൽക്കില്ല. ഹൈഡ്രജൻ തീരുമ്പോൾ നക്ഷത്രത്തിന്റെ ഉള്ളിൽ മാറ്റങ്ങൾ ആരംഭിക്കുന്നു. നക്ഷത്രത്തിന് വയസ്സാകുന്നു. അകത്തെ ഇന്ധനം കുറയുന്നു, ബാലൻസ് നഷ്ടമാകുന്നു. കേന്ദ്രം ചുരുങ്ങുന്നു, പുറത്തെ ഭാഗങ്ങൾ വീർക്കുന്നു. നക്ഷത്രം വളരെയധികം വലുതാകുന്നു. ഒരു വൃദ്ധനായി മാറിയ നക്ഷത്രം ചുവന്ന നിറം കൈവരിക്കുന്നു. തണുത്തതുപോലെ തോന്നും, പക്ഷേ നിറം ചുവപ്പാകും. ഇതാണ് റെഡ് ജയന്റ്. നമ്മുടെ സൂര്യനും ഒരു ദിവസം ഇങ്ങനെ മാറും. അന്ന് ഭൂമി പോലും അതിന്റെ ചൂടിൽ മാറിപ്പോകാം. നക്ഷത്രങ്ങളുടെ അവസാന ശ്വാസം, അതായത് എല്ലാ നക്ഷത്രങ്ങളുടെയും കഥ ഒരുപോലെയല്ല. നക്ഷത്രത്തിന്റെ ഭാവി അതിന്റെ വലിപ്പത്തെ ആശ്രയിച്ചിരിക്കുന്നു. ചെറിയ നക്ഷത്രങ്ങൾ അവ ശാന്തമായി അവസാനിക്കുന്നു. അവയുടെ പുറംപാളികൾ നഷ്ടപ്പെടുത്തി മധ്യഭാഗം മാത്രം ബാക്കിയാക്കി ഒരു വൈറ്റ് ഡോർഫ് ആയി മാറുന്നു. വലിയ നക്ഷത്രങ്ങൾ, അവയുടെ മരണം ഭീകരമാണ്. ഒരു വമ്പൻ സ്ഫോടനം, ഭീകരമായ ഒരു പൊട്ടിത്തെറിയിൽ സൂപ്പർനോവയായി അവസാനിക്കുന്നു. ആ ഒരു നിമിഷത്തിൽ ഒരു നക്ഷത്രം ഒരു ഗാലക്സിയേക്കാൾ പ്രകാശിക്കും. ചിലപ്പോൾ അവശേഷിക്കുന്നത് ഒരു ന്യൂട്രോൺ സ്റ്റാർ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ഹോൾ. പ്രകാശം പോലും തിരികെ പോകാൻ കഴിയാത്ത ഒരു ഇരുണ്ട അത്ഭുതം. പക്ഷേ ഇതൊരു അവസാനം മാത്രമല്ല. ഇതോടെ കഥ തീരുന്നില്ല. നക്ഷത്രങ്ങൾ മരിക്കുമ്പോൾ, അതായത് സൂപ്പർനോവയിൽ നിന്നും അവ പുറത്തേക്ക് പടർത്തുന്ന വാതകങ്ങളും മൂലകങ്ങളും വീണ്ടും പുതിയ നെബുലകളെ സൃഷ്ടിക്കുന്നു. അവിടെയെങ്ങോ പുതിയ നക്ഷത്രങ്ങൾ വീണ്ടും ജനിക്കാനായി കാത്തിരിക്കുന്നു. അവയിൽ നിന്നാണ് പുതിയ നക്ഷത്രങ്ങൾ, പുതിയ ഗ്രഹങ്ങൾ, പുതിയ ജീവൻ പോലും പിറവിയെടുക്കുന്നത്. നമ്മുടെ ശരീരത്തിലെ ഇരുമ്പും കാൽസ്യവും എല്ലാം ഒരു നക്ഷത്രത്തിന്റെ മരണത്തിൽ നിന്നാണ്. നാം എല്ലാവരും നക്ഷത്രധൂളിയാണ്. ഒരു നക്ഷത്രത്തിന്റെ മരണം മറ്റൊന്നിന്റെ ജനനമാണ്. ഇങ്ങനെ ആകാശത്ത് നക്ഷത്രങ്ങൾ ജനിക്കുന്നു, ജീവിക്കുന്നു, മരിക്കുന്നു, വീണ്ടും ജനിക്കുന്നു. ഇതാണ് നക്ഷത്രങ്ങളുടെ ജീവിതം. ഒരു അവസാനമില്ലാത്ത കോസ്മിക് ചക്രം. ആകാശത്ത് കാണുന്ന ഓരോ നക്ഷത്രവും ഒരു കഥയാണ്. ജനിച്ചു, ജീവിച്ചു, മരിച്ചു, വീണ്ടും പിറന്നു, നമ്മളെ പോലെ തന്നെ. നക്ഷത്രങ്ങളെ നോക്കുമ്പോൾ ഇനി ഓർക്കുക, അവ ദൂരെയുള്ള വെളിച്ചമല്ല, അവ നമ്മുടെ ഉത്ഭവത്തിന്റെ ഓർമ്മകളാണ്. ഇതുപോലുള്ള അത്ഭുതങ്ങളാൽ നിറഞ്ഞ ശാസ്ത്രത്തിന്റെ രഹസ്യങ്ങൾ തുറന്നറിയാൻ
ഞങ്ങളോടൊപ്പം ഈ യാത്ര തുടരൂ. നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യൂ.